ഹെബ്രായ ലേഖനം 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യം എത്ര ദേവദാസന്മാർക്കറിയാം, എത്ര വിശ്വാസികൾക്കറിയാം. ഈ വിഷയങ്ങളൊക്കെ ഉണ്ടാക്കുന്ന പെന്തക്കോസ്ത് സഭ ഇതാണെന്ന് പറയുന്ന ഓരോ പാസ്റ്റർമാരോടും വിശ്വാസികളോടും പാസ്റ്റേഴ്സിനോടും ചോദിക്കുകയാണ്. റോമാ ലേഖനം 16:7 വാക്യം നിങ്ങൾക്കറിയാത്തതുപോലെ തന്നെ ഹെബ്രായ ലേഖനത്തിലെ ഈ ഒരു വാക്യത്തിന്റെ മീനിങ് നിങ്ങൾക്ക് മനസ്സിലായോ? ഈ ഒരു വിഷയത്തെക്കുറിച്ച് ആധികാരികമായ ഒരു ലൈവ് ഇപ്പോൾ ചെയ്യുന്നതായിരിക്കും. ജീസസ് ഈസ് ഗോഡ് TV-യിൽ നമുക്ക് 2 ചാനൽസാണുള്ളത്. പാസ്റ്റർ റാണി ആൻ്റണി രാജ് എന്നുള്ള ചാനലിൽ ഇപ്പോൾ ഒരു ലൈവ് ചെയ്യുന്നതായിരിക്കും. ദയവായി എല്ലാ വിശ്വാസികളും ആ ചാനലിലെ മെസ്സേജ് കാണണം. കാരണം എല്ലാവരെയും ട്രാപ്പിലിടുകയാണ് ദുഷ്ടപിശാച് നാളുകളായി. എല്ലാവരും ഈ ഒരു അന്ധതയിൽ നിന്നും പുറത്തു വരണം. 7-ാം അധ്യായത്തിന്റെ 8-ാം വാക്യത്തിൽ ഇവിടെ മരിക്കുന്ന മനുഷ്യർ ദശാംശം വാങ്ങുന്നു, അവിടെയോ ജീവിക്കുന്നു. ഇവിടെ അവിടെ, പഴയ നിയമം ഇവിടെ, പുതിയ നിയമം അവിടെ എന്ന സാക്ഷ്യം പ്രാപിച്ചവൻ തന്നെ. ദശാംശം വാങ്ങുന്ന ലേവിയും, ലേവിക്ക് ഭൂമിയിൽ വസ്തുക്കളില്ലായിരുന്നു, അതുകൊണ്ട് അവർ എന്തു വാങ്ങി? ദശാംശം വാങ്ങുവാൻ ദൈവം അനുവദിച്ചു. അബ്രഹാം മുഖാന്തരം ദശാംശം കൊടുത്തിരുന്നു, അത് അവർക്ക് ആവശ്യമായിരുന്നു എന്നൊരു വിധത്തിൽ പറയാം. നമുക്ക് പുതിയ നിയമത്തിലുള്ളവർക്ക് ഈ ഭൂമിയിലുള്ളതിനെ കുറിച്ചല്ല ദൈവം പറയുവാൻ വന്നത്. അവന്റെ പിതാവിനെ മൽക്കീസേദെക്ക് എതിരേറ്റപ്പോൾ ലേവിയുടെ ലൈനിലല്ല, യേശു കർത്താവ് മൽക്കീസേദെക്കിന്റെ ലൈനിലാണ് വന്നിരിക്കുന്നത്. അവന്റെ കടിപ്രദേശത്ത് ഉണ്ടായിരുന്നല്ലോ ഒന്ന്. വളരെ ആഴത്തിൽ ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഡെപ്തിലേക്ക് വരണം. ദൈവദാസികൾ എഴുന്നേൽക്കണം, സഹോദരിമാർ എഴുന്നേൽക്കണം. എൻഡ് ടൈം റിവൈവലിലേക്ക് അനേക സഹോദരിമാർ എഴുന്നേൽക്കട്ടെ. നെവർ നെവർ ഗിവ് അപ്പ്. വെരി സൂൺ വലിയ വലിയ കാര്യങ്ങൾ ദൈവം ചെയ്യുവാൻ പോവുകയാണ്. മരിച്ചിരിക്കുന്ന മനുഷ്യരെല്ലാം, വിശ്വാസികളെല്ലാം ഉണരാൻ പോവുകയാണ്. അനേകരുടെ ഉള്ളത്തിലേക്ക് തീ കത്താൻ പോവുകയാണ്. ഉപവാസത്തോടെയും പ്രാർത്ഥനയോടെയും ആയിരിക്കുന്ന ദൈവദാസികൾ എഴുന്നേൽക്കുക. ദ്രവ്യാഗ്രഹത്തിൽ കുരുങ്ങിക്കിടക്കുന്ന ദൈവദാസന്മാരെയൊക്കെ സുബോധം പ്രാപിക്കട്ടെ. വിശ്വാസികൾ സുബോധം പ്രാപിക്കട്ടെ. നെവർ ഗീവ് അപ്പ്.